മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ദുനിയാവിനെ കുറിച്ച് പറയുന്നിടത്ത് വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തി ദുനിയ. നബിയെ, ദുനിയാവിലേക്ക് നോക്കരുത്, ആളുകൾക്ക് കിട്ടുന്ന സമ്പത്തിലേക്ക് താങ്കൾ നോക്കരുത് എന്നാണ്. എന്താ കാരണം? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് കാണുക, സ്ഥാനമാനങ്ങൾ കാണുക, ദുനിയാവിന്റെ അലങ്കാരങ്ങൾ കാണുക, അപ്പോൾ മനുഷ്യന് ക്ഷമിക്കാൻ കഴിയില്ല. എനിക്കും വേണം അത്, എന്നാൽ എല്ലാവർക്കും കിട്ടുമോ? കിട്ടുകയില്ല. അത് നിരാശയിലേക്ക് നയിക്കുന്നു, അത് തിന്മയിലേക്ക് നയിക്കുന്നു, അത് അസൂയയിലേക്ക് നയിക്കുന്നു, അത് കൊള്ളയിലേക്കും പിടിച്ചുപറയിലേക്കും നയിക്കുന്നു. എല്ലാ തിന്മകളിലേക്കും നയിക്കുന്നത് ദുനിയാവിലേക്കുള്ള അശ്രദ്ധമായ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ടുള്ള നോട്ടമാണ്. ഏത് നോട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. അതൊരു സ്ത്രീയെ നോക്കുന്നതാകട്ടെ, ഏത് വിഷയമാകട്ടെ, തനിക്ക് ഒരിക്കലും ലഭിക്കാത്ത അല്ലെങ്കിൽ തനിക്ക് അവകാശപ്പെടാത്തതിലേക്ക് അയാൾ നോക്കുന്നു, അയാൾ അക്ഷമനാകുന്നു, അയാൾ ആഗ്രഹിക്കുന്നു. അയാൾക്കാകട്ടെ അള്ളാഹു അത് ഖദറാക്കിയിട്ടുമില്ല. അങ്ങനെ അയാൾ നിരാശയിലും അത്തരത്തിലുള്ള ആലോചനകളിലും അയാൾ ജീവിതത്തെ കഴിച്ചുകൂട്ടുന്നു. എല്ലാ ഈമാനിന്റെ മധുരവും തഖ്വയും ഇഖ്ലാസിന്റെ നന്മകളും അയാളിൽ നിന്നും മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ ഭാഷയിൽ ഹദീസുകളിലൂടെയും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഗദ്ദുൽ ബസർ, ദൃഷ്ടിയെ താഴ്ത്തുക എന്നത് ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്ന വിഷയമാണ്.